Hi, എല്ലാവർക്കും നമസ്കാരം and welcome back to our channel Lifestyle Beats with Harsha. അപ്പോൾ ഇന്നോടെങ്കിൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് സീരീസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ പോവല്ലോ. നല്ല രസമല്ല ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിതിനെ ഹൗ ടു സീരീസ് എന്ന് പേരിടാം. ഈ ഹൗ ടു സീരീസ് യൂട്യൂബിൽ ഒരുപാടുണ്ട്, നോ. പക്ഷെ എനിക്ക് തോന്നി നമ്മളൊരു 100 പേരുടെ വീഡിയോ കണ്ടാലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരാളുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു സീരീസ് ഞാൻ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യണം. ആൻഡ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങും ഞാൻ ഇട്ടായിരുന്നു. പക്ഷെ എന്തോ വേറെ എന്തൊക്കെ വീഡിയോസ് കയറി വന്ന കാരണം പിന്നെ ആ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ അതങ്ങ് നിന്നുപോയി. നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ആണ് ചെയ്യുന്നത്. അതായത് എല്ലാത്തിൻ്റെയും ബേസിക്സ്. നമുക്ക് മേക്കപ്പ് ഇടാൻ ഇഷ്ടമുള്ള ആളാണ്, മേക്കപ്പ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ആളാണെങ്കിലൊക്കെ നമുക്ക് എല്ലാത്തിൻ്റെ ഇപ്പം എന്തും ആയിക്കോട്ടെ, നമുക്കൊരു ലൈൻ കംപ്ലീറ്റ്ലി എഴുതണമെങ്കിൽ നമ്മൾ ബേസിക്സ് എടുക്കുക. ബേസിക് ആയിട്ട് നമ്മൾ ആൽഫബറ്റ്സ് പഠിച്ചിരിക്കണം. ആൽഫബറ്റ്സ് പഠിച്ചിരുന്നാലേ നമുക്കൊരു ലൈൻ, ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ടും എഴുതാൻ പറ്റുള്ളൂ, അല്ലേ? അതുപോലെ തന്നെയാണ് മേക്കപ്പും. നമ്മളൊരു ഫുൾ ഫ്ലെഷ് മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ബേസിക്സ് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കാൻ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം, അതിൻ്റെ ഏത് സ്കിൻ ടൈപ്പ്, അതിൻ്റെ അണ്ടർ ടോൺ, നമ്മുടെ സ്കിൻ ടോൺ ഒക്കെ നമ്മൾ അതിൻ്റെ ഫോർമുല എല്ലാം നമ്മൾ നോക്കണം. എന്നാലാണ് നമുക്കൊരു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ഇപ്പൊ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എവിടെയും പോയിട്ടൊരു കോഴ്സ് പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. ഞാനും എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാനും കണ്ട് പഠിച്ചതും അല്ലെങ്കിൽ എന്നിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായേക്കുന്നത്. ഞാൻ ഒരു പ്രൊഫഷണൽ അല്ല എന്നു ഞാൻ ഇപ്പം തന്നെ ഡിസ്ക്ലെയിമർ പറയാണ്. ഞാൻ പ്രൊഫഷണൽ, പക്ഷെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് വർക്കൗട്ട് ആവാറുണ്ട്. ആൻഡ് ഞാൻ ചെയ്യുന്ന രീതി എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുമില്ല. തെറ്റായിട്ട് ഇൻ ദ സെൻസ് അത് ഇന്ന് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, മേക്കപ്പിന് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ഇല്ല. അതും ഒരു കാര്യം ഞാൻ പറയാണ്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മേക്കപ്പ് ചെയ്യാം. അൺടിൽ ആൻഡ് അൺലെസ് അത് നമുക്ക് നന്നായിട്ടുണ്ടോ, എന്താണോ നിങ്ങൾക്ക് വർക്കൗട്ട് ആവുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യാം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് മേക്കപ്പിൽ ഇങ്ങനെ ഒരു റൂൾ എന്നൊന്നും ഒരു ബുക്കിലും എഴുതി വെച്ചിട്ടില്ല, എനിക്കറിയില്ല. അപ്പം അതാണ്. അപ്പോൾ എനിക്കൊന്ന് ഇൻട്രോ കുറച്ച് കൂടുതലായി പോയി. അപ്പോൾ ഇൻ ഷോർട്ട് നമ്മൾ ഇന്ന് തുടങ്ങിയ ഒരു ഹൗ ടു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിൽ പ്രൈമർ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്താണോ നമ്മുടെ എല്ലാ മേക്കപ്പിൽ എന്തൊക്കെ, ഈവൻ ഐ മേക്കപ്പ്, ലിപ്സിന്റെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് തുടങ്ങി സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യമേ തന്നെ പറയണത്, ഞാൻ ഇതിൽ ഫൗണ്ടേഷന്റെ വീഡിയോ കാണിക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതായത് ഹൗ ടു അപ്ലൈ ഫൗണ്ടേഷൻ വിത്ത് ബ്യൂട്ടി ബ്ലെൻഡർ, വിത്ത് ഫിംഗർ ആൻഡ് വിത്ത് ബ്രഷ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് കാരണം എനിക്ക് തോന്നുന്നില്ല ദാറ്റ് എൻ്റെ കൂടെ അത് ചെയ്യണമെന്നുള്ളത്. കാരണം ആ ഒരു സെയിം ടെക്നിക്ക് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. അതായത് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ എങ്ങനെ ബ്ലെൻഡർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം, ഫിംഗർ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ആൻഡ് ഫൗണ്ടേഷൻ എങ്ങനെ ചൂസ് ചെയ്യണം, ഏതൊക്കെ സ്കിൻ ടൈപ്പ്, അണ്ടർ ടോൺ, അതിനെക്കുറിച്ചിട്ടും ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഇട്ടാക്കും. ആ പ്ലേലിസ്റ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. അപ്പം ഞാൻ ഈ ഒരു സീരീസിൽ ഫൗണ്ടേഷൻ സ്കിപ്പ് ചെയ്യാണ്. ബിക്കോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടോ, അപ്പോൾ പിന്നെ അതിൻ്റെ അർത്ഥമില്ലല്ലോ ചെയ്യുന്നതിന്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും പ്രൈമറിനെ കുറിച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രൈമറിനെ കുറിച്ചിട്ട് പറയാൻ പോകുന്നത് ഹൗ ടു അപ്ലൈ, വെൻ ടു അപ്ലൈ, വൈ ടു അപ്ലൈ, ടൈപ്സ് ഓഫ് പ്രൈമർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ ടോട്ടലി ഒരു ബെയർ ഫേസ് ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം എനിക്ക് പ്രൈമർ ആപ്ലിക്കേഷൻ കാണിക്കാനും ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് എ പ്രൈമർ? എന്താ പ്രൈമർ? ലേമൻ ലാംഗ്വേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമർ നമ്മുടെ ഫൗണ്ടേഷനും നമ്മുടെ സ്കിന്നിനും ഇടയ്ക്കുള്ള ഒരു ബാരിയറാണ്. പ്രൈമർ എന്തിനാ അപ്ലൈ ചെയ്യുന്നത്? നമുക്ക് ഓപ്പൺ പോർസ് ഉണ്ട്, റിങ്കിൾസിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ ഈ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർസ് ഒക്കെ ടെമ്പററി ആയിട്ട് ഫില്ലാവും, റിങ്കിൾസ് ഒക്കെ ടെമ്പററി ആയിട്ട് ബ്ലർ ഔട്ട് ആവും. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ബേസ് പ്രോഡക്റ്റ് ഇടുമ്പോൾ, അതായത് നമ്മൾ ബേസ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഫൗണ്ടേഷൻ ഇടും അല്ലെങ്കിൽ കൺസീലർ ഇടും, അല്ലേ?
ഫൗണ്ടേഷൻ ഇടുമ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ നല്ല ഫ്ലോലെസ് ആയിട്ട് വരും, നല്ല സ്മൂത്ത് ആയിട്ട് വരും. ഓപ്പൺ പോർസിന്റെ പ്രശ്നം ഉണ്ടെന്ന് വെച്ചു, നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ അതാണ് ഈ ഫൗണ്ടേഷൻ നമ്മുടെ ഈ ഓപ്പൺ പോർസിലോട്ട് ഇങ്ങനെ കുഴിഞ്ഞു പോലെ. അപ്പൊ 2 ദോഷങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ പോർസ് ക്ലോഗ്ഡ് ആയിട്ട് നമുക്ക് പിമ്പിൾസ് വരും. രണ്ടാമത്, നമ്മൾ ഇടുന്ന ബേസ് മേക്കപ്പ് ശരിക്കും വേസ്റ്റ് ആയി പോകും. വേസ്റ്റ് ഇൻ ദ സെൻസ് ആ ഒരു മേക്കപ്പ് കാണുമ്പോൾ തന്നെ ഒട്ടും ഭംഗി ഉണ്ടാവില്ല അല്ലേ. അപ്പൊ പിന്നെ നമ്മൾ ആ ഒരു ഇത്രയും എത്ര വില കൂടിയതാണെങ്കിൽ വില കുറഞ്ഞാണെങ്കിൽ നമുക്ക് അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ ഇട്ടതിൻ്റെ ഒരു അർത്ഥവും ഇല്ല. പലരും ചോദിക്കും പ്രൈമർ മസ്റ്റ് ആണോ? പ്രൈമർ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈമർ മസ്റ്റ് ആണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ. ഇപ്പം എനിക്ക് ഓപ്പൺ പോർസിൻ്റെ പ്രശ്നമുണ്ട്, ഞാൻ ഓപ്പൺലി അത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കാണാനും പറ്റും. ഓക്കെ, അപ്പം ഞാനൊരു മേക്കപ്പ് ചെയ്യുമ്പം എനിക്ക് എന്താ വേണ്ടത്, ദാറ്റ് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞ് ഞാനതെല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ദിവസം എഴുന്നേൽക്കുമ്പോൾ ഒരു പിമ്പിൾ ഇങ്ങനെ പോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കരുത്. എൻ്റെ സ്കിൻ നന്നായിട്ട് തന്നെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ പ്രൈമർ ഇട്ട് എൻ്റെ ഓപ്പൺ പോർട്സൊക്കെ നന്നായിട്ട് അടച്ചു പൂട്ടി വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ ഇടും. അപ്പം എൻ്റെ ഫൗണ്ടേഷനും നല്ല ഫ്ലോലെസ് ആയിരിക്കും ആൻഡ് എൻ്റെ സ്കിന്നിനും ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫൗണ്ടേഷൻ്റെയും സ്കിന്നിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ബാരിയറാണ് ഈ ഒരു പ്രൈമർ എന്ന് പറയുന്നത്. ഇനിയും ടൈപ്സ് ഓഫ് പ്രൈമർ, നമ്മൾക്ക് പല ടൈപ്പ് ഓഫ് സ്കിന്നുണ്ട്, ഡ്രൈ ഓയിലി കോമ്പിനേഷൻ അല്ലേ. ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്താ വേണ്ടത്, അവരുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. അതല്ലാണ്ട് ഇങ്ങനെ ഫ്ലേക്കി ആയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര വലിഞ്ഞു മുറുകി ഡ്രൈ ആയിട്ട് അങ്ങനെ ഇരിക്കാൻ അവർക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പം ഒരു ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ ഒരു ഹൈഡ്രേറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്യാം. ഒരു ഓയിലി ടു കോമ്പിനേഷൻ സ്കിന്നുള്ള ആളാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒബ്വിയസ്ലി നമുക്ക് നമ്മുടെ സ്കിൻ ഓയിലി ആയിട്ട് വേണ്ട, നമുക്ക് നമ്മുടെ സ്കിൻ നല്ല മാറ്റിഫൈ ആയിട്ടാണ് വേണ്ടത് അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു മാറ്റിഫൈങ് ആയിട്ടുള്ള ഒരു പ്രൈമർ അല്ലെങ്കിൽ ഒരു സിലിക്കോൺ ബേസ്ഡ് ആയിട്ടുള്ള പ്രൈമർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി ഇവിടെ എനിക്കൊരു കാര്യം എടുത്ത് പറയാനുണ്ട്. ഞാൻ സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ എന്ന് പറയുമ്പോൾ ഇത് ആക്നെ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നിന് ഒട്ടും ചേർന്നതല്ല. സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ, സിലിക്കോൺ ബേസ്ഡ് പ്രൈമർ ആക്റ്റീവ് ആക്നെ അല്ലെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പം നമ്മൾ സ്കിൻ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യും. ഇറിറ്റേറ്റ് ഇൻ ദ സെൻസ് നമുക്ക് പോർസ് ഒക്കെ ക്ലോഗ്ഡ് ആയിട്ട് കൂടുതൽ ബ്രേക്ക് ഔട്ട്സ് വരും. സോ ആക്നെ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ എപ്പോഴും സിലിക്കോൺ ഫ്രീ ആയിട്ടുള്ള പ്രൈമർ വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഹൗ ടു അപ്ലൈ. നമ്മൾ ആദ്യമേ തന്നെ പ്രൈമർ ഇടുന്നതിന് മുന്നേ നമ്മൾ സ്കിൻ ഒന്ന് പ്രിപ്പയർ ചെയ്തേക്കാം. സ്കിൻ പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ഫേസ് വാഷ് ചെയ്യുക, ക്ലെൻസ് ചെയ്തിട്ട് ഒരു നല്ല മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു നല്ല സീറം നമ്മൾ എന്താണോ അപ്ലൈ ചെയ്യുന്നത് അത് നന്നായിട്ട് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു 10-15 സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുന്ന എന്തിനാണ്, നമ്മുടെ ആ മോയ്സ്ചറൈസർ, അതായത് നമ്മൾ ഫേസിൽ ഇട്ടേക്കുന്ന മോയ്സ്ചറൈസർ നമ്മുടെ ഫുൾ ഫേസിൽ ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടതിൻ്റെ ഗുണം നമ്മുടെ ഫേസിൽ കിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഫേസിൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ മാമാഅർത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇനി പ്രൈമറിന്റെ ആപ്ലിക്കേഷൻ ഞാനിവിടെ എടുത്തേക്കുന്നത് lakme ആബ്സല്യൂട്ടിന്റെ ബ്ലർ പെർഫെക്റ്റ് മേക്കപ്പ് പ്രൈമർ ആണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അക്കോർഡിംഗ് ആയിട്ടുള്ള പ്രൈമർ എടുക്കാം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രൈമർ ജസ്റ്റ് നമ്മുടെ ഫിംഗർ ടിപ്പിൽ എടുക്കുക. എന്നിട്ട് ശരിക്കും പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫേസിൽ റബ്ബ് ചെയ്യല്ല വേണ്ടത്, ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളിങ്ങനെ കയ്യിൽ ഫിംഗറിന്റെ ടിപ്സിൽ ഇങ്ങനെ പ്രൈമർ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഫുൾ ഫേസിൽ പ്രൈമർ അപ്ലൈ ചെയ്യണമെന്നില്ല. ചിലവർക്ക് ടീ സോൺസിൽ നല്ല ഓയിലി ആയിരിക്കും. ഈ ഒരു ചീക്സിന്റെ ഇവിടേക്ക് ആയിട്ട് കുറച്ച് ഡ്രൈനെസ്സും ഫ്ലേക്കിനെസ്സും ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ ഈ ഒരു ഭാഗമാണ് കൂടുതലും ഓയിലി ആവുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ പ്രൈമർ അപ്ലൈ ചെയ്യുക. അതും ഒരു മാറ്റിഫൈങ് പ്രൈമർ, കാരണം നമുക്ക് ഇവിടെയാണ് കൂടുതലും ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. ആൻഡ് ഇവിടെയും നിങ്ങൾക്ക് പ്രൈമർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഹൈഡ്രേറ്റിംഗ് പ്രൈമർ അപ്ലൈ ചെയ്യുക, സോ ദാറ്റ് ആ ഒരു ഫ്ലേക്കിനെസ് മാറാനായിട്ട്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും ടീ സോൺസിലാണ് കുറച്ച് പ്രശ്നം വരുന്നത്, അതായത് ഓയിലി ആവുന്നത്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു മാറ്റിഫൈങ് ആയിട്ടുള്ള പ്രൈമർ വെച്ചിട്ട് ജസ്റ്റ് എൻ്റെ ഫുൾ ടീ സോൺസിൽ ഒന്ന് അപ്ലൈ ചെയ്യും. അതായത് എനിക്കിവിടെ കുറച്ച്
പോർട്സിൻ്റെ പ്രശ്നമുണ്ട്. അത് കാരണം ഞാൻ അത് ജസ്റ്റ് ഒന്ന് ബ്ലർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആയിട്ടും ആൻഡ് ഈ ഒരു നോസിൻ്റെ പോർഷനിലും നെറ്റിയുടെ ഈ ഒരു പോർഷനിലും ആൻഡ് കുറച്ച് ചിന്നിലുമാണ് ഞാൻ പ്രൈമർ ഇടുന്നത്. ആൻഡ് എൻ്റെ ഇവിടെ ആയിട്ട് അങ്ങനെ ഡ്രൈനെസ്സോ ഫ്ലേക്കിനെസ്സോ അങ്ങനെയൊന്നും വരാത്ത കാരണം എനിക്ക് വേറെ ഒരു സെപ്പറേറ്റ് ഹൈഡ്രേറ്റിംഗ് പ്രൈമറിന് ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ടില്ല പ്രൈമർ എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്തെന്നുള്ളത്. ഇതാണ് ഒരു കറക്റ്റ് വേ ഓഫ് അപ്ലൈയിങ് പ്രൈമർ. നമ്മൾ ഡാബിങ് മോഷൻ പാറ്റിംഗ് മോഷനിൽ വേണം പ്രൈമർ അപ്ലൈ ചെയ്യാനായിട്ട്. ഒരിക്കലും ഞാൻ റബ്ബ് ചെയ്ത് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യരുത്. പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകേണ്ടത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ്. ആൻഡ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇറ്റ് മീൻസ് എ ലോട്ട് ടു മീ. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ഹൗ ടു സീരീസിൻ്റെ സെക്കൻഡ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ലവ് യുവർ സെൽഫ്. ബൈ.